നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. മഴക്കെടുതി. കല്ലൂർ ആദൂരിൽ വീടിന്റെ മുകളിൽ മരം വീണു. ആലങ്ങാടിൽ വീട്ടുകിണറിന്റെ വശമിടിഞ്ഞു. കോടാലി കുട്ടിയമ്പലം വെട്ടിക്കൂറപ്പാടം റോഡിൽ മഴവെള്ളം കെട്ടി നിൽക്കുന്നത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. നെല്ലായി വില്ലേജ് ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. മുപ്ലിയം മഠപ്പള്ളിക്കാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കല്ലൂർ ആദൂരിൽ വീടിന്റെ മുകളിൽ മരം വീണു. കൊച്ചുവീട്ടിൽ ആഷിഖിന്റെ വീടിന്റെ മുകളിലേക്കാണ് മരം വീണത്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 സംഭവം. വീടിനുള്ളിൽ വീട്ടുകാർ ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൊട്ടടുത്ത വീടിന്റെ പറമ്പിലെ തെങ്ങാണ് വീണത്. വീടിന്റെ ചുമരിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ ചോർച്ചയും ഉണ്ട്. ശക്തമായ മഴയിലും കാറ്റിലും കല്ലൂർ ആലങ്ങാടിൽ വീട്ടുകിണറിന്റെ വശമിടിഞ്ഞു. ആലങ്ങാട് കിഴക്കൂടൻ തിലകന്റെ വീട്ടിലെ കിണറിന്റെ ഒരു വശമാണ് ഇടിഞ്ഞത്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്കായിരുന്നു സംഭവം. കോടാലി വെള്ളിക്കുളങ്ങര റോഡിനെയും കോടാലി മുരുക്കുങ്കൽ റോഡിനെയും ബന്ധിപ്പിക്കുന്ന വെട്ടിക്കൂറപ്പാടം ലിങ്ക് റോഡിലാണ് വെള്ളക്കെട്ട്. കഴിഞ്ഞ 12 വർഷത്തോളമായി ഇവിടെ മഴക്കാലത്ത് നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതത്തിന് ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല. മഴ പെയ്യുമ്പോൾ റോഡിൽ തളം കെട്ടുന്ന വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതാണ് ഇവിടത്തെ പ്രശ്നം. റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ നടന്നു വേണം പ്രദേശവാസികൾക്ക് കോടാലിയിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും എത്തിപ്പെടാൻ. വിദ്യാർത്ഥികളും ഈ വെള്ളക്കെട്ട് താണ്ടിയാണ് സ്കൂളിലെത്തുന്നത്. കഴിഞ്ഞ 12 വർഷത്തോളമായി ഈ റോഡിൽ വെള്ളക്കെട്ടുള്ളതായും പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമസഭയിലും പഞ്ചായത്ത് അധികൃതർക്കും പലതവണ പരാതി നൽകിയിട്ടും പരിഹാരത്തിന് നടപടിയുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. റോഡിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ സമീപത്തുള്ള വീട്ടുകിണറുകളിൽ വെള്ളം മലിനപ്പെടുന്നതായും മറ്റു വീടുകളിൽ നിന്ന് ശുദ്ധജലം കൊണ്ടുവന്ന് കുടിക്കേണ്ട ഗതികേടിലാണെന്നും പ്രദേശവാസികൾ പരാതിപ്പെട്ടു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇവിടെ ഒരു 12 വർഷമായിട്ട് എനിക്ക് കുടിവെള്ള പ്രശ്നമാണ്. ഞാൻ ഈ മറ്റത്തൂർ പഞ്ചായത്തിൽ കയറി ഇറങ്ങി നടക്കാത്ത സമയങ്ങളില്ല, ഗ്രാമസഭയിലായിട്ടും. ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഈ കാണുന്ന വെള്ളത്തിൻ്റെ ശല്യം കൊണ്ട് വെള്ളം കുടിക്കാനോ ഞാൻ 1/2 കിലോമീറ്റർ പോയിട്ടാണ് കുടിവെള്ളം കൊണ്ടുവരുന്നത്. ഇവിടെ കിണറ്റിൽ ഈ കാനയിൽ കിടക്കുന്ന വെള്ളം ഈ കിണറ്റിലെ വെള്ളം ഒരേപോലെ കിടക്കുന്നത്. അതുപോലെ തന്നെ കോടാലി അങ്ങാടിയിൽ വല്ല വഴി ബ്ലോക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാരും വണ്ടികളും ഒരുപാട് യാത്രക്കാർ യാത്ര ചെയ്യുന്ന റോഡാണിത്. നെല്ലായി വില്ലേജ് ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. PA ഷാജി, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ്, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ, വാർഡംഗങ്ങളായ നന്ദിനി സതീശൻ, നന്ദിനി രമേശൻ, A രാജീവ്, മുകുന്ദപുരം താലൂക്ക് തഹസിൽദാർ C നാരായണൻ, മുകുന്ദപുരം ഭൂരേഖ തഹസിൽദാർ KM സിമീഷ് സാഹു, തൃശൂർ സർവേ സൂപ്രണ്ട് CP അനിത എന്നിവർ പ്രസംഗിച്ചു. ഇവിടെ ഇങ്ങനൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ. പഞ്ചായത്തിലെ ആകെ 3 വില്ലേജ് പരിധിയിൽ 2 വില്ലേജ് പരിധിയിൽ ഇപ്പോൾ ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. പറപ്പൂക്കര വില്ലേജിലും അതുപോലെ നെല്ലായി വില്ലേജ് പരിധിയിൽ 2022 നവംബർ 1 സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേക്ക് ആരംഭം കുറിച്ചു. ഒരു വർഷം പിന്നിടുമ്പോൾ നമ്മൾ സംസ്ഥാനത്ത് 200 വില്ലേജുകളുടെ സർവേ പൂർത്തിയാക്കി 9-2 നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അവിടെ നമുക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട രേഖകളൊക്കെ ഒരു പരിധിവരെ ഒരു വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ആവശ്യമായി വരുന്ന പല രേഖകളും. മുപ്ലിയം മഠപ്പള്ളിക്കാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ഉഷപൂജ, ഗണപതി ഹോമം, രുദ്രാഭിഷേകം, ഉച്ചപൂജ എന്നിവ നടന്നു. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, ഭഗവത് സേവ എന്നിവയും ഉണ്ടായിരുന്നു. അന്നദാനവും ഒരുക്കിയിരുന്നു.
കൊടകര വാസുപുരത്ത് യാത്രക്കാരുമായി പോയ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞു, 6 പേർക്ക് പരിക്ക്. കൊടകര വാസുപുരത്ത് യാത്രക്കാരുമായി പോയ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞു, 6 പേർക്ക് പരിക്ക്. ഞായറാഴ്ച രാത്രി 11:40 സംഭവം. കൊടകരയിൽ നിന്നും വാസുപുരത്തേക്ക് പോയിരുന്ന വാസുപുരം സ്വദേശി ഏലിപ്പറമ്പിൽ ലിജേഷിന്റെ ഓട്ടോറിക്ഷയാണ് നിയന്ത്രണം വിട്ട് കാട്ടുങ്ങൽ സുഭാഷിന്റെ ഗേറ്റിലിടിച്ച് മറിഞ്ഞത്. ലിജേഷ് അടക്കം യാത്രക്കാർ 6 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് ഗതാഗതക്കുരുക്കുണ്ടായി. മറവാഞ്ചേരിയിൽ മുപ്ലിയം റോഡിന് ഇരുവശത്തും വളർന്നു നിന്ന കാടുകൾ വെട്ടിത്തെളിച്ച് എന്റെ നാട് മറവാഞ്ചേരി പ്രവർത്തകർ. ചെടികളും പുല്ലും വളർന്ന് കാട് പിടിച്ച് ഇരുചക്ര വാഹനക്കാർക്കോ കാൽനട യാത്രക്കാർക്കോ വാഹനങ്ങൾ വരുമ്പോൾ മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. പ്രവർത്തകർ കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ മറ്റൊരു പൊതുപരിപാടിയിലേക്ക് അതുവഴി പോയ പുതുക്കാട് നിയോജക മണ്ഡലം MLA കെ രാമചന്ദ്രൻ വാഹനം നിർത്തിയിറങ്ങി എന്റെ നാട് മറവാഞ്ചേരി പ്രവർത്തകരെ അഭിനന്ദിച്ചു. അഭിനന്ദനം അറിയിച്ച് MLA ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് എന്റെ നാട് മറവാഞ്ചേരി ജനറൽ കൺവീനർമാരായ ബിജു മരാശ്ശേരി, സാബു പായമേൽ എന്നിവർ നേതൃത്വം നൽകി. ആമ്പല്ലൂർ ചാലക്കുടി ബസ് സ്റ്റോപ്പിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ നിർത്തണമെന്ന് AIYF മണ്ഡലം ശില്പശാല പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും ദൂരെ യാത്ര ചെയ്യുന്നവർക്കും കയറാൻ കഴിയാത്ത വിധത്തിൽ ആമ്പല്ലൂരിൽ ബാരിക്കേഡുകൾ വച്ച് ഹൈവേ അടച്ചതുമൂലം സൂപ്പർഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളും ആമ്പല്ലൂരിൽ നിർത്താറില്ല. ബസ്സുകൾ സ്റ്റോപ്പിൽ നിന്നും ആളുകളെ കയറ്റണം എന്ന് AIYF മണ്ഡലം ശില്പശാല ആവശ്യപ്പെട്ടു. CPI ജില്ലാ കമ്മിറ്റി അംഗം KK ജോബി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. KS മിഥുൻ അധ്യക്ഷത വഹിച്ചു. VN അനീഷ്, PV വിവേക്, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CU പ്രിയൻ, KR അനൂപ്, അശ്വതി പ്രവീൺ എന്നിവർ പ്രസംഗിച്ചു. കേരള കർഷക സംഘം അളഗപ്പ നഗർ ഈസ്റ്റ് മേഖല കൺവെൻഷൻ സംഘടിപ്പിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി CM ബബീഷ് ഉദ്ഘാടനം ചെയ്തു. PK ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. KN ബിജു, ഡേവിസ് പുറത്തുകാരൻ, KK ഗോഖലെ, ശശി ഇളയത് എന്നിവർ പ്രസംഗിച്ചു. സമരം ഉയർന്നുവന്നു. ഉള്ളി കർഷകരുടെ, പരുത്തി കർഷകരുടെ, അതുപോലെ തന്നെ ക്ഷീര കർഷകരുടെ എല്ലാം സമരങ്ങൾ, പോരാട്ടങ്ങൾ കർഷക ഉയർന്നു. അജൈവ മാലിന്യം തരം തിരിക്കുന്നതിനിടെ ലഭിച്ച പണം ഉടമയെ കണ്ടെത്തി തിരിച്ചു നൽകി മറ്റത്തൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ മാതൃകയായി. കഴിഞ്ഞ ദിവസം കോടാലിയിലെ MCFൽ പാഴ്വസ്തുക്കൾ തരം തിരിക്കുന്നതിനിടയിലാണ് 8ാം വാർഡ് ഹരിതസേന അംഗമായ ആമിനയ്ക്ക് 2190 രൂപ ലഭിച്ചത്. അപ്പോൾ തന്നെ പണം ഹരിതകർമ്മസേന കോർഡിനേറ്ററെ ഏൽപ്പിക്കുകയും തുടർന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി ഉടമയെ കണ്ടെത്തുകയുമായിരുന്നു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, സെക്രട്ടറി M ശാലിനി, പഞ്ചായത്ത് അംഗം KR ഔസേബ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഉടമയ്ക്ക് തുക കൈമാറി. SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് തണൽ പുഞ്ചിരി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. KK രാമചന്ദ്രൻ MLA പുരസ്കാരങ്ങളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. തണൽ പ്രസിഡന്റ് MV യതീന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ടീന തോബി തോട്ട്യാൻ, മുൻ വാർഡംഗം തോബി തോട്ട്യാൻ, തങ്ക മാധവൻ, PM കയലൻ, സെക്രട്ടറി AC ലോനപ്പൻ, സുന്ദരൻ പടിയത്ത് എന്നിവർ പ്രസംഗിച്ചു. 15 വിദ്യാർത്ഥികളാണ് ആദരവ് ഏറ്റുവാങ്ങിയത്. ചെങ്ങാലൂർ NSS കരയോഗത്തിന്റെ പൊതുയോഗം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് VV രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സിന്ദൂരം വീട്ടുകാരുടെ എൻഡോവ്മെന്റ് സൂരജ് വിതരണം ചെയ്തു. പുതുക്കാട് മേഖല കൺവീനർ സുനിൽ കുമാർ, സെക്രട്ടറി വിജയ് കുമാർ, ട്രഷറർ ചന്ദ്രമതി സുരേഷ്, വൈസ് പ്രസിഡന്റ് വിജയൻ കാട്ടേടത്ത്, കമ്മിറ്റി അംഗങ്ങളായ രാജൻ പുത്തൻവീട്ടിൽ, രേഖ രാധാകൃഷ്ണൻ, മധുകുമാരി, സിന്ധു ശ്രീകുമാർ എന്നിവർ സന്നിഹിതരായി. CK ചന്ദ്രപ്പൻ ജനസേവാ സമിതിയുടെ നേതൃത്വത്തിൽ ചുങ്കാലിൽ പ്രതിഭാ സംഗമം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. CPI ചുങ്കാൽ ബ്രാഞ്ച് സെക്രട്ടറി CR ദാസൻ അധ്യക്ഷത വഹിച്ചു. അയോധ്യയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൽ 100 മീറ്റർ ഓട്ടത്തിലും ലോങ് ജമ്പിലും 1ാം സ്ഥാനം നേടിയ ഉഷ മാണിയെ ചടങ്ങിൽ അനുമോദിച്ചു. നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. KV രാമകൃഷ്ണൻ, TN വേണു, CPI പുതുക്കാട് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CU പ്രിയൻ, ലോക്കൽ സെക്രട്ടറി VS ശ്രീജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവൻ എന്നിവർ സന്നിഹിതരായി. തൃക്കൂർ GSHS സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം നടന്നു.
തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് MN ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സുജാത രാമചന്ദ്രൻ ആദ്യ മെമ്പർഷിപ്പ് സ്വീകരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി KP സുബ്രഹ്മണ്യൻ, സംഗീത ശിവശങ്കരൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ MS ബിനീഷ് കുമാർ, KK വാസുദേവൻ, സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ മാർട്ടിൻ കൊളമ്പ്രത്ത്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തൊഴുക്കാട്ട്, കപിൽ രാജ്, അധ്യാപക പ്രതിനിധി ബിന്ദു, ജോയിന്റ് സെക്രട്ടറി KK രാജു എന്നിവർ പ്രസംഗിച്ചു. ആമ്പല്ലൂർ ശ്രീ കുണ്ടൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും ചൊവ്വാഴ്ച നടക്കും. ക്ഷേത്രം തന്ത്രി KP വിഷ്ണു ഭട്ടതിരിപ്പാട് കാർമ്മികത്വം വഹിക്കും. കർക്കിടകം 31 വരെ എല്ലാ ദിവസവും ഗണപതി ഹോമം, ഭഗവത് സേവ, ത്രികാല പൂജ, ചുറ്റുവിളക്ക്, നിറമാല എന്നിവയും രാമായണ പാരായണവും ഉണ്ടായിരിക്കും. ജൂലൈ 31 ഔഷധക്കഞ്ഞി വിതരണം ഉണ്ടായിരിക്കും. പുതുക്കാട് കുറുമാലിക്കാവ് ക്ഷേത്രത്തിലെ രാമായണ മാസാചരണത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. രാവിലെ 4-ന് 1008 കരിക്കഭിഷേകം, രാവിലെ 8 മണി മുതൽ 11:30 വരെ പഞ്ചാരിമേളം, 8-ന് 501 പറനിറയ്ക്കൽ, രാവിലെ 11:30-ന് അന്നദാനം, വൈകിട്ട് 5 മുതൽ 6 വരെ നാദസ്വരം, 6:15 മുതൽ പഞ്ചവാദ്യം എന്നിവ നടക്കും. തൊട്ടടുത്ത പറമ്പിലെ ഏത് നിമിഷവും വീഴാറായ മതിൽ വീടിന് ഭീഷണിയെന്ന് പരാതി. ആശങ്കയിൽ ഒരു കുടുംബം വീട് വിട്ടുമാറി താമസിക്കുന്നു. കല്ലൂർ പാലക്കിപ്പറമ്പിലാണ് സംഭവം. മരത്താക്കര മാരാശ്ശേരി രാജേഷിന്റെ വീടിന്റെ മുകളിലേക്കാണ് തൊട്ടടുത്ത പറമ്പിലെ മതിൽ ഇടിഞ്ഞു വീഴാറായിരിക്കുന്നത്. സംഭവത്തിൽ രാജേഷ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മതിലിന്റെ പകുതി ഭാഗം വീടിന്റെ മുകളിലേക്ക് മുന്നേ ഇടിഞ്ഞു വീണെന്നും ബാക്കിയുള്ള മതിൽ ഇടിഞ്ഞു വീഴാറായി നിൽക്കുകയാണെന്നും രാജേഷിന്റെ പരാതിയിൽ പറയുന്നു. ഞാൻ വൈകുന്നേരം ശനിയാഴ്ചയാണ് വൈകുന്നേരം 11 മണിക്ക് ഇവർ വിളിക്കുന്നത്. വലിയ മഴയുണ്ടായിരുന്നു. ആ സമയത്ത് മഴയത്ത് വലിയ ശബ്ദത്തോടു കൂടി അവിടെ മതിലിടിഞ്ഞു വീഴുകയുണ്ടായി. ആ സമയത്ത് ഇവര് റൂമിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഈ സമയത്ത് എന്നാൽ വന്നു നോക്കിയപ്പോൾ ഷീറ്റിന് അപകടം പറ്റിയിട്ടുണ്ട്. എന്നാൽ ഇനി ബാക്കിയുള്ള മതിലിന്റെ ഭാഗം എത്രയും പെട്ടെന്ന് വീഴുന്നുള്ള രീതിയിലാണ് മഴ വന്നാൽ നിൽക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു സ്ഥിതിയിലാണ് മതിലിന്റെ നിൽപ്പ്. ശനിയാഴ്ച രാത്രി 10 മണിക്ക് ഞങ്ങൾ റൂമിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പൊ സൗണ്ട് കേട്ടപ്പോ വന്നു നോക്കിയപ്പോ മതിലിടിഞ്ഞ് ഷീറ്റുമൊക്കെ വീണിട്ട് മതിലാകെ പൊളിഞ്ഞു. ഇപ്പോ ഞങ്ങക്ക് കിടന്നുറങ്ങാൻ സമാധാനമില്ല. അകത്തേക്ക് കിടക്കാൻ വരെ പേടിയാ. പഞ്ചായത്ത് മെമ്പർ വന്ന് നോക്കി, അവൻ വില്ലേജിൽ പോയി ആളെ കൊണ്ടുവന്ന് ഈ വളപ്പിന്റെ ഉടമസ്ഥൻ വന്ന് നോക്കി. അവർക്ക് അത് ചെയ്തു തരുമെന്നുള്ളൊരു പ്രയാസം പറഞ്ഞവര്. കല്ലൂർ പാലക്കിപ്പറമ്പ് ശ്രീ കണ്ണംകുറ്റി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം നടത്തി. കല്ലൂർ പാലക്കിപ്പറമ്പ് ശ്രീ കണ്ണംകുറ്റി ആലുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം നടത്തി. തന്ത്രി പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരിയുടെയും മേൽശാന്തി വിജി ഉണ്ണി നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, PC സജിത്, സഞ്ജയ് എന്നിവർ നേതൃത്വം നൽകി. കോക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പഞ്ചാരിമേളം അരങ്ങേറ്റം നടന്നു. കലാശ്രീ അയലൂർ പ്രഭുകുമാറിന്റെ ശിക്ഷണത്തിൽ അഭ്യസിച്ച കലാകാരന്മാരുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം കൊക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു. കല്ലൂർ ആലങ്ങാട് ദുർഗമേള കലാക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങൊരുക്കിയത്. മേള കുലപതി പെരുവനം സതീശൻ മാരാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പുതുക്കാട് പഞ്ചായത്ത് 10ാം വാർഡംഗം ടീന തോബിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തണൽ പ്രസിഡന്റ് MV യതീന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ടീന തോബി മുഖ്യാതിഥിയായി. മുൻ വാർഡംഗം തോബി തോട്ടിയാൻ, സുന്ദരൻ പടിയത്ത് എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ ഒരു ഓണാഘോഷത്തിന്റെ ഭാഗമായി ഞാൻ വരുമ്പോൾ അവിടെ നല്ല ഒരുക്കങ്ങളായിരുന്നു. ഞാനിതുപോലെ തന്നെ മാവേലിയും എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. നല്ല സ്വീകരണവും അവിടെ വന്നപ്പോൾ നല്ല ഒരു ചൊടിയുള്ള കാലാവസ്ഥ. ഇന്നത്തെ കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂളിൽ പാർട്ട് ടൈം അടിസ്ഥാനത്തിൽ ബസ് ഡ്രൈവറുടെ ഒഴിവുണ്ട്. പ്രായം 18-നും 41-നും ഇടയിൽ. അപേക്ഷകൾ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-നകം സമർപ്പിക്കണം. ഫോൺ നമ്പർ 048027511262. സ്വർണവില. സ്വർണം ഗ്രാമിന് 6760 രൂപ, പവന് 54,080 രൂപ.
കല്ലൂർ പാലക്കപ്പറമ്പ് ചക്കാലക്കൽ പൌലോസ് ഭാര്യ എൽസി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9-ന് കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ. വത്സ, പരേതരായ ജോസഫ്, സെബാസ്റ്റ്യൻ എന്നിവർ മക്കളും ജോൺസൺ മരുമകനുമാണ്. കൊടകര കലാനഗറിൽ മുരിയാട് തെക്കിടത്ത് കളരിക്കൽ പൊന്നുണ്ണി അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇന്ദിരയാണ് ഭാര്യ. ശ്രീകല, ജയശ്രീ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. മഴക്കെടുതി. കല്ലൂർ ആദൂരിൽ വീടിന്റെ മുകളിൽ മരം വീണു. ആലങ്ങാടിൽ വീട്ടുകിണറിന്റെ വശമിടിഞ്ഞു. കോടാലി കുട്ടിയമ്പലം വെട്ടിക്കൂറപ്പാടം റോഡിൽ മഴവെള്ളം കെട്ടി നിൽക്കുന്നത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. നെല്ലായി വില്ലേജ് ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. മുപ്ലിയം മഠപ്പള്ളിക്കാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.